மக்களே சிங்க கட்டளை சும்மா இருடா, ஊட்டி பட்டணம் போட்டி கட்டணம் சொன்னா வாடா, எங்க கட்டளை சிங்க கட்டளை சும்மா இருடா. ചെന്താമര പൂവിൻ കണ്ണല്ലേ ഞാവരും കാണിരച്ചുണ്ടല്ലേ, അമ്പിളി ചൊപ്പണി തൂമുഖമല്ലേ തുമ്പപ്പല്ലല്ലേ, വാർക്കുണ്ടരു മേഘച്ചേലല്ലേ മാരണി മാതക പൂവല്ലേ, ചന്ദനം രാഗിയം അഴകല്ലേ എണ്ണച്ചോടല്ലേ. என்னடி சித்திரமே இங்க நீ பத்திரமே, சொல்லிடி கட்டளை எத்தனை நான் செய்வேனே, அன்புல பெட்டகமே தங்குற கட்டடமே, ரத்தமே முத்தமே சாமியே கொட்டுன வரும் திக்கிறனே, உன்னை கண்டு விக்கிறனே, சேட்டையில சிக்கிறனே, கொஞ்சம் கொஞ்சம் மிதந்து போகிறனே. അടിപൊളി അടിപൊളി, സൂപ്പർ സൂപ്പർ. നമ്മുടെ വിഭജിക്കുട്ടി ടീം ഇവിടെ വേദിയിൽ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സിനിമാറ്റിക് ഡാൻസ് വേറെ നടക്കുന്നുണ്ട്, ചെയറിന്റെ വിറകുന്നു കേട്ടോ. ടീച്ചർ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുക അവിടുന്ന്. അടിപൊളി അടിപൊളി, സന്തോഷം. ശരി, അപ്പോൾ നമുക്കറിയാം ഒരുപാട് നല്ല കലാകാരന്മാരുണ്ട്, പാട്ട്, ഡാൻസ്, അതോടൊപ്പം തന്നെയാണ് മിമിക്രി എന്ന് പറയുന്ന കലാരൂപം എന്ന് പറയുന്നത്. എത്രയോ വർഷം മുതൽ എത്രയോ വർഷങ്ങൾക്ക് പിറകെ തുടങ്ങിയ ആ ഒരു യാത്ര ഇന്നും ചിലപ്പോഴെങ്കിലും മിമിക്രിയിലേക്ക് ഒരുപാട് സ്പോട്ട് ടപ്പിംഗ് പോലുള്ള ഒരു വിനീതിനെ നിറഞ്ഞ കൈയോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരും കയ്യടിയാണ് കേട്ടോ, ഉഷാറായിട്ട് എല്ലാവരും കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കണം. വിനീതെ ഉഷാറായിട്ട് ഓടിവാ ഓടിവാ ഓടിവാ. അപ്പൊ എന്തായാലും ഗാനാഞ്ജലിയുടെ ഈ ഒരു യാത്ര എന്റർടൈൻമെന്റ് ഷോയിൽ അടുത്തതായിട്ട് നമ്മൾ ആസ്വദിക്കാൻ പോകുന്നത് വിനീതിന്റെ മിമിക്രി പെർഫോമൻസ്. ഈ മൈക്ക് ഞാൻ വിനീതിന് കൈമാറുന്നുണ്ട്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഗാനാഞ്ജലിയുടെ ഈ ഒരു വലിയ പ്രോഗ്രാമിന് എന്നെയും കൂടി ഉൾപ്പെടുത്തിയതിന് ഒരുപാട് സന്തോഷം. മഞ്ജുഷ ചേച്ചിയാണ് എന്നെ വിളിച്ചത്, ഇങ്ങനൊരു പരിപാടി ഉണ്ട് വരണമെന്ന് പറഞ്ഞിട്ട്. മഞ്ജുഷ ചേച്ചി എനിക്ക് ഒരുപാട് വർഷങ്ങളായിട്ട് പരിചയമുണ്ട്, പക്ഷെ അടുത്ത് പരിചയപ്പെടാൻ പറ്റിയത് ഈ ഒരു പരിപാടിയിലൂടെയാണ്. എന്തായാലും കോമഡി ഉത്സവത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ലോക മലയാളികൾ ഒരു കാലത്ത് നെഞ്ചിലേറ്റിയ അത്ര വലിയൊരു പ്രോഗ്രാമിൻ്റെ ചെറിയൊരു ഭാഗമാവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. അതിൽ ഞാൻ ചെയ്തിട്ടുള്ളത് വെച്ചാൽ 3 ആക്ടേഴ്സിൻ്റെ ശബ്ദമാണ്. അതിൽ കൂടുതലായിട്ട് എനിക്ക് അപ്രിസിയേഷൻ കിട്ടിയത് നടൻ വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ ശബ്ദത്തിലൂടെയാണ്. കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ എന്ന സിനിമയിലൂടെ പരിചയ വിഷ്ണു ഉണ്ണികൃഷ്ണനെ അറിയുമല്ലോ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ സൗണ്ടാണ് ഞാൻ ആദ്യമായിട്ട് ചെയ്തത്. അപ്പോൾ ആ ഒരു ശബ്ദത്തിലേക്ക് കിടക്കാം. ആ ഒരു സിനിമയിലെ ഡയലോഗ്: എടാ ദാസപ്പാ, നിന്നെപ്പോലും വിളിക്കാത്ത കല്യാണത്തിന് എന്നെയും വിളിച്ചോണ്ടെന്ന് ആറ്റിച്ച് നിന്നടാ. ഇവിടെ ഇപ്പോൾ ഇതാണ് ഇവിടെ മാറ്റർ. ആ പെങ്കൊച്ചിൻ്റെ മുമ്പിൽ എനിക്കിനി പുല്ല് വിലയിരിക്കും. കണ്ണി കണ്ട പെമ്പിള്ളേരൊക്കെ ഏത് പാതിരാത്രിക്ക് വിളിച്ചാൽ നിൽക്കുക ഉള്ള സമയമുണ്ട്. സ്വന്തം അമ്മ വിളിച്ചു കഴിഞ്ഞാൽ രണ്ടായിട്ട് സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ തിരക്കും ബഹളവും ദേഷ്യവും. എന്തിനാണ് ദാസപ്പ അമ്മ വിളിക്കുമ്പോൾ ദേഷ്യപ്പെടണേ? സാഹോ, അത് നിൻ്റെ അമ്മ എപ്പോഴും കൂടുതലുകൊണ്ട് തോന്നണം കേട്ടോ. അമ്മ ഇല്ലാണ്ടായ പിന്നെ അമ്മയെന്ന് വിളിക്കാൻ കൊതിക്കും. അപ്പോൾ ആ വിളി കേൾക്കാൻ ആരുമില്ലാത്തൊരവസ്ഥയുണ്ട്. അത് ഭയങ്കര സങ്കടടാ. എനിക്കൊരു പ്രാവശ്യം പോലും വിളിക്കാൻ പറ്റിയിട്ടില്ല. നീ നിൻ്റെ അമ്മയോട് ഇങ്ങനെ ചൂടാവരുടെ ദാസപ്പ. താങ്ക് യു. ഇനി അദ്ദേഹം ലൈവായിട്ട് സംസാരിക്കുന്നൊരു മോഡുലേഷൻ. ഞങ്ങളെ അഭിനയിപ്പിക്കാമെന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ഞങ്ങൾ ആദ്യമായിട്ട് എഴുതുന്നത് പോലും. അങ്ങനെ തിരക്കഥാകൃത്തുക്കളായി മാറിയതാണ്. എൻ്റെയും വിപിൻ്റെയും ജീവിതത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ ആ സിനിമയിലുണ്ട്. കട്ടപ്പന ഋത്തിക് റോഷൻ എന്ന് പറഞ്ഞ സിനിമയിലുണ്ട്. ഇപ്പോൾ പഴംപൊരിക്ക് എഴുന്നേൽക്ക് രതീഷ് എന്ന് പറഞ്ഞൊരു പ്രയോഗം അത് ഞങ്ങളുടെ ഇടയിലുണ്ട്. അത് ഞങ്ങൾ സിനിമയിലും കൂടി എടുത്തു വെച്ച് നോക്കിയതാണ്. ദൈവം സഹായിച്ചത് ഏറ്റു. ഇപ്പോൾ പല തട്ടുകടക്ക് ബോർഡ് വരെ വെക്കാൻ തുടങ്ങി, ചൂട് രതീഷ് ഇവിടെ കിട്ടുമെന്ന് പറഞ്ഞിട്ട്. താങ്ക് യു. അടുത്തതായി ഞാൻ ചെയ്തത് വിനായകൻ ചേട്ടൻ്റെ വോയിസാണ്. കമ്മട്ടിപ്പാടം എന്ന ചിത്രത്തിൽ
ഡാ കൃഷ്ണ, ഞാനടാ ഗംഗാടാ, വെറുതെ വിളിച്ചല്ല, നിന്നെ വിളിക്കണമെന്ന് തോന്നിയപ്പോൾ വിളിച്ചാണ്. ആ ബെണ്ണിയിലെ പന്നി അവരാണ് എന്നെ ഇട്ടെടുത്തത്. അവനെ ഞാൻ പണി കൊടുക്കുന്നുണ്ട്. ആശാൻ അവർ ചെറിയ ടീമല്ല, കിടിലൻ ടീമാണ്. പരാക്രമം പാഞ്ഞാണ് ഞാൻ ഇവിടെ എത്തിയത്. ഇനി എനിക്ക് പ്രശ്നമില്ല. ആശാൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിലല്ല എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ ഹാപ്പിയാണ്. താങ്ക് യു. ഇനി ഇന്ദ്രൻസ് ചേട്ടൻ്റെ 2 വേരിയേഷനാണ് ഞാൻ ആ വേദിയിൽ ചെയ്തത്. ആദ്യം പഴയകാല വോയിസ്. ആരാ മണ്ടൻ, ഞാനെന്തിനാ മോട്ടിക്കണത്? കള്ള് കുടിക്കാൻ. മുതലാളി എന്താ ചെയ്യുന്നത്? കള്ള് തന്ന് എന്നെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ. വാട്ടീസ് എനിക്ക് വീട്ടിൽ കിട്ടും. ഇപ്പൊ പറ, ആരാ മണ്ടൻ? താങ്ക് യു. ഇനി അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ വോയിസിലുണ്ടായ ഒരു ചെറിയൊരു മാറ്റമാണ് അദ്ദേഹത്തിൻ്റെ പ്രായപരിധി അനുസരിച്ച്. അപ്പോൾ ആ ഒരു വേരിയേഷൻ. ബൈജു കുമ്പളത്തിൻ്റെ പിള്ളേരെല്ലാവരും കൂടി യാതോ ജ്യൂസ് കടക്കാരനെ തല്ലിയെന്നോ പോലീസ് പിടിച്ചെന്നൊക്കെ ടി വിയിൽ വാർത്ത കണ്ടല്ലോ. നിങ്ങൾക്ക് നാണമില്ലേ ബൈജു? ഇത്രയും പ്രായമൊക്കെ ആയില്ലേ, ഇനിയെങ്കിലും നിർത്തിക്കൂടെ? താങ്ക് യു. അപ്പോൾ ഈ ഗാനാഞ്ജലിയുടെ ഈ വലിയ പ്രോഗ്രാമിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. അടിപൊളി വിനീത്.